ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിച്ചു. BCCI സെക്രട്ടറി ജയ്ഷയാണ് പ്രഖ്യാപനം നടത്തിയത്. രാഹുൽ ദ്രാവിഡിന് പിൻഗാമിയായിട്ടാണ് നിയമനം. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നു. ഹരി, രാഹുൽ ദ്രാവിഡിന് പിൻഗാമിയായി ഗൗതം ഗംഭീർ ക്യാപ്റ്റനായി ചുമതല ഏറ്റെടുക്കുന്ന സാഹചര്യം ടീമിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമോ? നമുക്ക് എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും നമുക്കറിയാം, അല്പസമയത്തിന് മുൻപാണ് BCCI സെക്രട്ടറി ജയ്ഷ ഔദ്യോഗികമായി ഗൗതം ഗംഭീർ ഇനി ഇന്ത്യൻ ടീമിനെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, രാഹുൽ ദ്രാവിഡിന് ശേഷമാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകൻ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇതുവരെയുള്ള ടൂർണമെൻറ്റുകൾക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രകടനം വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ദ്രാവിഡ് ഇന്ത്യയെ നയിച്ചത്. പക്ഷേ കഴിഞ്ഞ കൈവിട്ടുപോയ 2 കിരീടങ്ങൾ നിലനിർത്തുക, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഏകദിന കിരീടങ്ങളും നേടുക എന്ന് തന്നെയാണ് ഗംഭീറിന് മുന്നിൽ വയ്ക്കുന്ന ലക്ഷ്യം നമുക്ക് പറയാൻ സാധിക്കും. ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും തന്നെയാണ് അദ്ദേഹത്തിനെ BCCI ഈ കോച്ചിങ് സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 2007 വേൾഡ് കപ്പിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മളെല്ലാവരും എടുത്തു പറയേണ്ടത് തന്നെയാണ്. 2007 97 റൺസും 2011 97 റൺസുമായി ഗൗതം ഗംഭീർ പുറത്താകുമ്പോഴും ഇന്ത്യ കിരീടം നേടിയിരുന്നു. ഇന്ത്യ നേടിയ കിരീടങ്ങളിലെല്ലാം ഗൗതം ഗംഭീർ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം യുവതാരങ്ങൾക്കൊക്കെ അവസരം കൊടുക്കുക, നിരവധി യുവതാരങ്ങളൊക്കെ ടീമിൽ അവസരം ലഭിക്കാതെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പം യുവതാരങ്ങൾക്കൊക്കെ വലിയൊരു വാർത്ത തന്നെയാണ് ഗംഭീർ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നതോടെ ഉണ്ടാവുക. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതല ഏറ്റെടുക്കുന്ന സാഹചര്യം. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.